നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടോ? അതിന്റെ PDF നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PDF ഒന്ന് വായിച്ച് റിവിഷൻ അടിക്കാവുന്നതാണ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ ക്ലാസിന്റെ ഇടയ്ക്ക് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 ജനുവരി 28 ബരാമതിയിൽ നടന്ന വിമാന അപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്? ഇന്നലെ നമ്മൾ TV വെച്ചപ്പോ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ വാർത്ത. ഒരു വിമാന അപകടം ഉണ്ടായി. ഒരു പ്രൈവറ്റ് വിമാനമായിരുന്നു. അതിൽ ആര് സഞ്ചരിച്ചിരുന്നു? മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അന്തരിച്ചു, അദ്ദേഹം മരിച്ചു, അദ്ദേഹം കൊല്ലപ്പെട്ടു. അജിത് പവാർ 2026 ജനുവരി മാസം 28 ഈ ഒരു വിമാനാപകടം നടന്നത്. അടുത്ത ചോദ്യം, പ്രശസ്ത മലയാള കവി K സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേരെന്ത്? വിരാമം എന്നത് ആരുടെ ആത്മകഥയാണ്? K സച്ചിദാനന്ദന്റെ ആത്മകഥയാണെന്ന് ഓർക്കുക. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? ഡോക്ടർ ടെസി തോമസിനാണ്. മികച്ച ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന പുരസ്കാരമാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഡോക്ടർ ടെസി തോമസിനാണ്. 2026 ജനുവരി മാസം 2ാം ആഗോള ബുദ്ധമത ഉച്ചകോടി നടക്കുന്നത് എവിടെ? ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. 2ാമത്തെ ആഗോള ബുദ്ധമത ഉച്ചകോടി. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 4 ചോദ്യവും കിട്ടിയല്ലോ. 2026 ജനുവരി 28 ബരാമതിയിൽ നടന്ന വിമാനാപകടത്തിൽ ആര് കൊല്ലപ്പെട്ടു? മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു. പ്രശസ്ത മലയാള കവി K സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേരെന്താണ്? വിരാമം എന്നതാണ്. ഡോക്ടർ ടെസി തോമസിനാണ് കേരള ശാസ്ത്ര പുരസ്കാരം 2024 ലഭിച്ചത്. ന്യൂഡൽഹിയാണ് 2ാം ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദി. അപ്പോ ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം, ജനുവരി 23 ദേശീയ പരാക്രം ദിവസായിട്ടാണ് ആചരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കുക. ജനുവരി 23 ദേശീയ പരാക്രം ദിവസായിട്ടാണ് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ജനുവരി 23? ഓക്കെ, ഇപ്പൊ ഉത്തരം കിട്ടി കാണുമല്ലോ. പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആരാണ് ഈ വ്യക്തി? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ മന്ത്രിയായിരുന്ന KM മാണിക്ക് സ്തൂപം നിർമ്മിക്കുന്നത് കേരളത്തിൽ എവിടെ? വെള്ളയമ്പലത്താണ് KM മാണിയുടെ സ്തൂപം നിർമ്മിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്തിലാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് പ്രശസ്തയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു വനിതയുടെ പ്രതിമയുണ്ടല്ലോ. ആരാണ് ആ വനിത? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാന്റെ പ്രതിമ എവിടെയുണ്ട്? വെള്ളയമ്പലത്തുണ്ട്. അടുത്ത ചോദ്യം, സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി വയവന്ദന. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, 70 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള, സാമ്പത്തിക സ്ഥിതി ഒന്നും കണക്കിലെടുക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനമന്ത്രി വയവന്ദന. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്, 2026 അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആര്? ശുഭാംശു ശുക്ലയ്ക്കാണ് 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത്. ശുഭാംശു ശുക്ല. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണന് കീർത്തി ചക്രയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പൊ ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ഫെബ്രുവരി മാസം 2-ാം തീയതി VFA ബെവ്കോ LD കോംബോ ബാച്ചില് 50 days പ്രിലിംസ് ടൈം ടേബിൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ബാച്ച് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. പ്രിലിംസിന്റെ കോച്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ ബാച്ചിൽ നമ്മൾ മെയിൻസിന്റെ കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാച്ചാണ് 2 പരീക്ഷയ്ക്കും വേണ്ടി. അപ്പൊ 2 പരീക്ഷയുടെയും മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഈ കോഴ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പഴയ SCRTയും പുതിയ SCRTയും ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഫുൾ സിലബസ് കവറേജും എല്ലാം കിട്ടും. പരീക്ഷ അടക്കമാണ്. നമ്മൾ 50 days ടൈം ടേബിൾ എക്സാം അടക്കമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഫെബ്രുവരി 2-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഐഫോണിലും കിട്ടും, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും കിട്ടും കേട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാവേ. ഈ ബാച്ച് മാത്രമല്ല, വേറെ ഒരുപാട് ബാച്ച് കമ്പനി LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ PSC പരീക്ഷയ്ക്കും വേണ്ടി ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ബാച്ചുകൾ റണ്ണിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിർമ്മിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 4 ചോദ്യം കിട്ടിയല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്തതും ഒരു പദ്ധതിയാണ്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. അക്ഷരം ആരോഗ്യം എന്ന പദ്ധതി പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് ഓർക്കുക. അക്ഷരം ആരോഗ്യം. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ അടുത്തിടെ ഒരു സമാധാന സമിതി രൂപീകരിച്ചു. ഈ സമിതിയുടെ പേരെന്താ? ബോർഡ് ഓഫ് പീസ്. സമാധാന സമിതി, ആ പേര് തന്നെയുണ്ട്, ബോർഡ് ഓഫ് പീസ്. ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമാധാന സമിതിയാണ്, ഓർക്കുക. അടുത്തതും ഒരു പദ്ധതിയാണ്, വളരെ പ്രധാനപ്പെട്ട പദ്ധതി, നോട്ട് ചെയ്ത് വെച്ചോണേ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഡിജിറ്റൽ എല്ലാം പറയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോണിക് എന്ന പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സമൃദ്ധ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഈ സമൃദ്ധ എന്നതാണ്. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അടുത്തിടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഏത് പദ്ധതിയാണ് കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നത്? ഏത് പദ്ധതിയാ? കണക്ട് ടു വർക്ക്. നിങ്ങളിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കണക്ട് ടു വർക്കാണ് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നത്. ഓക്കെ, ഓർക്കുക. അപ്പോ ഈ സ്ലൈഡിൽ പറഞ്ഞ 4 ചോദ്യം കിട്ടിയല്ലോ. അടുത്തയിലേക്ക് പോകാം. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിനുള്ള സംഗീതം വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കിയിട്ടാണ് ഒരുക്കിയത്. ഈ സംഗീതം ഒരുക്കിയത് ആര്? MM കീരവാണി, ഓസ്കാർ അവാർഡ് ജേതാവായ RRR സിനിമയുടെ സംഗീത സംവിധായകൻ MM കീരവാണിയാണ് ഈ ഒരു സംഗീതം ഒരുക്കിയിരിക്കുന്നത്. 2026 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയദർശനാണ് 2026 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത്. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യമായി അവതരിപ്പിച്ച പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷന്റെ പേരാണ് സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രമേയമാക്കിയിട്ടുള്ളതാണ്. സിന്ദൂർ എന്നത് ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ. ഇന്ത്യൻ വ്യോമസേന അവതരിപ്പിച്ച 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ വ്യോമസേന അവതരിപ്പിച്ച ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ആണ് സിന്ദൂർ എന്നത്. അടുത്തതും പ്രധാനപ്പെട്ടത്, കാരണം ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികളായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു 2026 ജനുവരി മാസം. അതും ഒരു ചോദ്യമാണ്. ഈ വ്യാപാര കരാർ എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്ന് അറിയപ്പെടും. ഓക്കെ, 2026 ജനുവരി മാസം ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട കൂട്ടായ്മ ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്ന് അറിയപ്പെടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 ലഭിച്ചത് ആർക്കാണ്?
അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയുടെ ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കറണ്ട് അഫെയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഈ പുസ്തകത്തിന് അരുന്ധതി റോയ്ക്ക് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം, 13ാമത് സത്യജിത് റേ പുരസ്കാരം നേടിയതാര? TV ചന്ദ്രനാണ്. TV ചന്ദ്രനാണ് 13ാമത് സത്യജിത് റേ പുരസ്കാര ജേതാവ്. ആരാണ്? TV ചന്ദ്രൻ. TV ചന്ദ്രൻ. വീണ്ടും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ റിപ്പബ്ലിക് ദിനത്തിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് പല പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ കവർ ചെയ്ത് തരും. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2026 ജനുവരി 26 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം ഒരു ടാബ്ലോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ ടാബ്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പ്രമേയം എന്താന്ന് പറഞ്ഞു? ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും ആണെന്ന് പറഞ്ഞു. ഇതിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം ഒരു ടാബ്ലോ അവതരിപ്പിച്ചു. ആ ടാബ്ലോയുടെ പേരാണ് പ്രകാശഗംഗ. പ്രകാശഗംഗ എന്തിന്റെ സൂചകമായിട്ടാണ് ഈ പ്രകാശഗംഗ അവതരിപ്പിച്ചത്? രാജ്യത്തെ തടസ്സമില്ലാത്ത വൈദ്യുത പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ തടസ്സമില്ലാത്ത വൈദ്യുത പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു പ്രകാശഗംഗ. ഇതാണ് കേന്ദ്ര ഊർജ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോയുടെ പേര്. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡ്സിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചിത്രമാണ് സിന്നേഴ്സ് എന്ന ചിത്രം. 1ഉം 2ഉം അല്ല നാമനിർദ്ദേശം ലഭിച്ചത്, 16 നാമനിർദ്ദേശമാണ് ഈ ഒരു ചലച്ചിത്രത്തിന് ലഭിച്ചത്, സിന്നേഴ്സ് എന്ന ചിത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിലെ 4 ചോദ്യങ്ങളും കിട്ടിയല്ലോ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലെ 20 ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 20 ചോദ്യം, അങ്ങനെ 40 ചോദ്യങ്ങൾ കിട്ടിയല്ലോ. 2026 ജനുവരി മാസത്തിലെയാണ്. അപ്പം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണ്. ഇങ്ങനെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചു പോവാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം താഴെ എന്ന് കമന്റ് ചെയ്തിരിക്കുക. ഇതിന്റെ PDF നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. ഫെബ്രുവരി 2-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും വേഗം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.